ഹലോ, ഹായ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ എട്ടാമത്തെ പാഠവുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് വന്നിരിക്കുകയാണ്. എട്ടാമത്തെ പാഠം ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യ എങ്ങനെയാണ് ഡെവലപ്പ് ആയത്, വളർന്നത് തുടങ്ങിയവയെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 നിയമങ്ങളാണ്, 3 ആക്റ്റുകൾ, 3 നിയമങ്ങൾ. നമുക്കറിയാം, ഇന്ത്യയെ പാർട്ടീഷൻ നടന്ന സമയത്ത്, ഇന്ത്യയെ രണ്ടായിട്ട് ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും വിഭജിച്ച സമയത്ത് അതിർത്തിക്കപ്പുറത്തും ഇപ്പുറത്തും നിരവധി ഹിന്ദു മുസ്ലിം വർഗീയ കലാപം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അതിർത്തിയാണെങ്കിൽ ഇത് ഇന്ത്യ ആണെന്ന് വിചാരിക്കുക, ഇത് പാകിസ്ഥാൻ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാലായനം ചെയ്തിരുന്നു. ആ പാലായനം ചെയ്തപ്പോൾ എന്ത് നടന്നിട്ടുണ്ട്? കമ്മ്യൂണൽ റൈറ്റ്സ്, അതായത് വർഗീയ കലാപം നടന്നിട്ടുണ്ടായിരുന്നു. ആ വർഗീയ കലാപം നടന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് 3 നിയമങ്ങൾ അന്ന് നമ്മുടെ സർക്കാർ ഇറക്കി. ആ 3 നിയമങ്ങളാണ്: ഒന്ന്, ദ അബ്ഡക്റ്റഡ് പേഴ്സൺസ് ആക്ട്, റിക്കവറി ആൻഡ് റീസ്റ്റോറേഷൻ ആക്ട്. അബ്ഡക്റ്റഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയവർക്കുള്ള റിക്കവറി, അവരെ വീണ്ടെടുക്കാനും റീസ്റ്റോറേഷൻ, അവരെ പുനരധിവസിപ്പിക്കാനുമുള്ള നിയമം 1949. അതേപോലെ തന്നെ ദ ഡിസ്പ്ലേസ്മെന്റ് പേഴ്സൺസ് ആക്ട്, അതായത് കോമ്പൻസേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അതായത് പാലായനം ചെയ്തവർക്കുള്ള നിയമം. അവർക്ക് എന്ത് കൊടുക്കണം? കോമ്പൻസേഷൻ കൊടുക്കണം. മാത്രമല്ല അവർക്ക് റീഹാബിലിറ്റേഷൻ, അവർക്ക് പുനരധിവാസം കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട നിയമം 1954 ഗവൺമെന്റ് പുറത്തിറക്കി. മൂന്നാമത്താണ് ദ സിറ്റിസൺഷിപ്പ് ആക്ട് 1955, പൗരത്വ നിയമം 1955. ഈ പാലായനം ചെയ്തവർക്ക് എന്ത് കൊടുക്കണം? പൗരത്വം കൊടുക്കണം. 1955 ഇവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളും എന്ത് ചെയ്തു? നമ്മുടെ സർക്കാർ ഇറക്കി. അപ്പൊ ഇവിടെ എത്രയാണ് പറയുന്നത്? ഇവിടെ ആകെ 3 കാര്യങ്ങളാണ് പറയുന്നത്. തട്ടിക്കൊണ്ടുപോയവർക്കുള്ള നിയമം അബ്ഡക്റ്റഡ് പേഴ്സൺസ് ആക്ട് 1949, ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ആക്ട് 1954 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലായനം ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള നിയമം 1954, ആൻഡ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955, പൗരത്വ നിയമം 1955. മക്കളെ, ഈ 3 നിയമങ്ങൾ നിങ്ങൾ ആദ്യം പഠിക്കണം. ദെൻ നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ളത് 3 എഗ്രിമെന്റുകളാണ്, 3 കരാറുകൾ. ഈ 3 കരാറുകൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പ്രിൻസിലി സ്റ്റേറ്റ്, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നമ്മൾ പഠിച്ചതാണ്. ആ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ, ലയനക്കരാർ മാത്രമാണ് എന്ത് ചെയ്തത്? പഠിച്ചത്. ലയനക്കരാർ അല്ലെ. ഈ ലയനക്കരാറിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ 3 കരാറുകൾ പഠിക്കാണ്ട്. ഒന്ന്, സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ്. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ തൽസ്ഥിതി കരാർ കേട്ടോ. രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ, നേരത്തെ പറഞ്ഞതുപോലെ എന്ത്? ലയനക്കരാർ. സുഹൃത്തുക്കളെ, മൂന്നാമത്തെയാണ് എന്ത്? മെർജർ എഗ്രിമെന്റ്. മെർജർ എഗ്രിമെന്റ് ആണ് എന്ത്? സംയോജന കരാർ കേട്ടോ, സംയോജന കരാർ. ഇവിടെ നോക്കിക്കോ, ഒന്നാമത്തെ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ്. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റില് എന്ത് ചെയ്യണം? ഇപ്പൊ നിലവിൽ എങ്ങനെയാണോ നാട്ടുരാജ്യങ്ങൾ ഉള്ളത് അതേപോലെ തന്നെ നിലനിൽക്കുക. ആരൊപ്പം എന്ത് ചെയ്യണ്ട? ചേരണ്ട. ഇന്ത്യൻ്റെ ഒപ്പം പോകണ്ട, പാകിസ്ഥാൻ്റെ ഒപ്പം പോകണ്ട. രണ്ടാമത്തെ കരാറാണ് ഇത് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ, ലയനക്കരാർ. ലയനക്കരാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണം, ഒരു അവകാശം കൂടി ഇവർക്ക് ഉണ്ടായിരുന്നു. ആ അവകാശം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യത്തിൽ സെൽഫ് ഗവേണൻസ് കേട്ടോ. സെൽഫ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം ഭരണാധികാരം ആർക്കുണ്ടായിരുന്നു? ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന കരാർ പ്രകാരം ഉണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെർജർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സംയോജന കരാർ. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണം, പക്ഷേ എന്തിനുള്ള അവകാശമില്ല? സ്വയം ഭരണത്തിനുള്ള അവകാശം ഇല്ല. സ്വയം ഭരണത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചോദ്യം വരിക, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ആൻഡ് മെർജർ എഗ്രിമെന്റ്? ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷനും മെർജർ എഗ്രിമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷനിൽ സെൽഫ് ആയിട്ടുള്ള
സ്വയം ഭരണത്തിലുള്ള അധികാരം ഉണ്ടായിരുന്നു. എന്നാലോ മെർജർ എഗ്രിമെന്റ് അഥവാ സംയോജന കരാറിൽ സ്വയം ഭരണത്തിലുള്ള അധികാരം എന്തില്ല, ഇല്ല. ദെൻ 3 കരാറുകൾ അവിടെ പഠിക്കുക, 3 ആക്ടുകൾ ഇവിടെയും പഠിക്കുക. 6 കാര്യങ്ങൾ 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ 6 കാര്യങ്ങൾ കിട്ടിയില്ലേ? വളരെ സിമ്പിളായിട്ട് പഠിക്കുക, എത്ര ഉള്ളു സംഭവം. അങ്ങനെ ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുതിയ ഗവൺമെന്റ് വരണം എന്നൊരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വരികയാണ്. അതായത് 1947 മുതൽ 1951 വരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ഒരു പ്രോവിഷണൽ ഗവൺമെന്റ് ആണ്. പ്രോവിഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? താൽക്കാലിക ഗവൺമെന്റ് കേട്ടോ, താൽക്കാലിക ഗവൺമെന്റ്. ആ താൽക്കാലിക ഗവൺമെന്റിന്റെയും പ്രധാനമന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട ആര് തന്നെയായിരുന്നു? നെഹ്റു തന്നെയായിരുന്നു. ഈ താൽക്കാലിക ഗവൺമെന്റായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. ആ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഒരാളെ ചുമതലപ്പെടുത്തണം. ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യുവൻസി ഭരണഘടന ആർട്ടിക്കിൾ പ്രകാരം നിലവിൽ വന്നു. അങ്ങനെ 1950 ജനുവരി 25 ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു? നിലവിൽ വന്നു. ആ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തി. ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. 1951 മുതൽ 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ദെൻ ഇലക്ഷൻ കമ്മീഷൻ വാസ് ഫോംഡ് ബേസ്ഡ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ജാനുവരി 25 1950. 1950 ജനുവരി 25 എന്ത് വന്നു? ഇലക്ഷൻ കമ്മീഷൻ വന്നു, തെരഞ്ഞെടുപ്പ് നടത്തി. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ 4 മാസം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ്. കാരണം എന്താ? അതിനു മുമ്പ് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന് 4 മാസം ബാലറ്റ് പേപ്പറിൽ കുത്തി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ പോയിട്ടാണ്. ഇന്ത്യയിൽ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ കാരണമായ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തെരഞ്ഞെടുപ്പ് ഭയങ്കര സക്സസ്ഫുൾ ആയപ്പോ അവിടെ പുതിയ പേപ്പറുകളിലൊക്കെ വാർത്ത വന്നു, ഇറ്റ് ഈസ് ദ എക്സ്പെരിമെന്റ്. ഇതെന്താണ്? ഇതൊരു പരീക്ഷണമാണ് എന്നുള്ള വാർത്ത വന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വിദേശ മാധ്യമങ്ങളിൽ പരീക്ഷണമാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? അതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ആ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങൾ. ഓക്കെ, സിറ്റുവേഷൻസ് ഓഫ് ദ ഫസ്റ്റ് ജനറൽ എലക്ഷൻ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഓഫ് ദ ഫസ്റ്റ് ജനറൽ എലക്ഷൻ. ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 മാർക്കിന്റെ എന്താണ്? ചോദ്യമാണ്. നോക്കിക്കോ. ഒന്നാമത്തെ എന്താ? ഡെലിമിറ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഇവിടെ എന്ത് ചെയ്യണം? നിയോജക മണ്ഡലങ്ങൾ അതിർത്തി നിർണ്ണയിക്കണം. ഇതിന് മുന്നേ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് നിയോജക മണ്ഡലങ്ങളില്ല. ഇന്നിപ്പോ കാണുന്നത് പോലെ ഇന്ത്യയിൽ 540 ജില്ലാ എന്തുണ്ട്? നിയോജക മണ്ഡലങ്ങളുണ്ട്. കേരളത്തിൽ 20 നിയോജക മണ്ഡലങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ 3 പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട്. ഒന്ന് വയനാട് മലപ്പുറം ജില്ലയുമായിട്ട് മുട്ടി നിൽക്കുന്ന അല്ലെ മണ്ഡലമാണ്. മറ്റൊന്ന് മലപ്പുറം എന്ന് പറയുന്ന ഒരു പാർലമെന്റ് മണ്ഡലമുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയുമായിട്ട് കൂടിച്ചേർന്ന് പൊന്നാനി എന്ന് പറഞ്ഞ പാർലമെന്റ് മണ്ഡലമുണ്ട്. ഇതൊക്കെ എങ്ങനെ തീരുമാനിച്ച്? ഏതൊക്കെ പഞ്ചായത്തുകൾ, ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസികൾ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ആര് തീരുമാനിക്കണം? ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമായിരുന്നു ഇതൊക്കെ. അപ്പൊ ഇത് തീരുമാനിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു. ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളിയോ പ്രിപ്പയറിംഗ് വോട്ടേഴ്സ് ലിസ്റ്റ് ബേസ്ഡ് ഓൺ ദ അഡൽട്ട് ഫ്രാഞ്ചൈസ്. കാരണം എന്താ? ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അതുകൊണ്ട് 18 വയസ്സായിട്ട്, അതിന് മുന്നേ 21 വയസ്സുണ്ടോ വോട്ടിംഗ് പ്രായം. പിന്നീട് ഭരണഘടനാ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 18 ആക്കിയതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രായപൂർത്തി വോട്ടവകാശം അല്ലെ? പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രായപൂർത്തിയായവർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ ആളുകളെ വോട്ടിംഗ് ലിസ്റ്റ് ആക്കി ചേർത്തിട്ട് വോട്ടിംഗ് ലിസ്റ്റ് ഉണ്ടാക്കണം. കാരണം ഇതിന് മുന്നേ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, വോട്ടിംഗ് ലിസ്റ്റും ഇല്ല. ഇന്ത്യ ഒട്ടാകെ നടന്നിട്ട് ഇത് ഉണ്ടാക്കണം. മൂന്നാമത്തോ എഡ്യൂക്കേറ്റിംഗ്, വിദ്യാഭ്യാസം കൊടുക്കണം. ഇല്ലിറ്ററേറ്റ് മെജോറിറ്റി അബൌട്ട് ദ നെസസിറ്റി ഓഫ് വോട്ടിംഗ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ നിരക്ഷരരായ ആളുകൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറഞ്ഞു കൊടുക്കുക? അന്ന് എഴുത്തും വായനയും അറിയുന്ന ആളുകളില്ല. അന്ന് 17% ആളുകൾക്ക് മാത്രമേ എന്തറിയുള്ളൂ? എഴുത്തും വായനയും അറിയുള്ളൂ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്തിനാണ്? തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഇന്ത്യയിൽ എന്ത് വരണം? ഒരു ഗവൺമെന്റ് വരേണ്ടതിന്റെ ആവശ്യകത എന്താണ്? എന്നാലും ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇവിടെ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രൂപീകരിക്കാൻ പറ്റുള്ളൂ എന്നതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എന്തായിരുന്നു? ഒരു ടാസ്ക് ആയിരുന്നു. ഇനിയോ ഫൈൻഡിങ് ഔട്ട് ഇനഫ് എലക്ഷൻ ഒഫീഷ്യൽസ് ആൻഡ് ട്രെയിനിങ് ദം. വേണ്ടത്ര ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയിട്ട് അവർക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം.
ഇപ്പൊ ഇലക്ഷൻ നടത്താൻ സുഖമാണ്. മുന്നത്തെ തെരഞ്ഞെടുപ്പിലുള്ള അതേ ഒഫീഷ്യൽസിനെ അവിടെ നിയമിച്ചാൽ മതി. എന്നാ പണ്ട് അങ്ങനല്ല. പുതിയ തെരഞ്ഞെടുപ്പ് എടുക്കുക, ട്രെയിനേഴ്സിന് അറിയില്ല എന്താ വോട്ട് ചെയ്യേണ്ടത്, കള്ള വോട്ട് ചെയ്യാൻ പാടില്ല അല്ലെ, വോട്ടിങ്ങിന് ഒരാൾ വോട്ട് ചെയ്യുന്നത് മറ്റൊരാൾ കാണാൻ പാടില്ല. അതൊക്കെ ആരുടെ ഉത്തരവാദിത്തം? ഈ പറയുന്ന ഒഫീഷ്യൽസിന് ഉത്തരവാദിത്തം. അപ്പൊ ട്രെയിനിങ് കൊടുക്കണം. ആർക്ക്? പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് എന്ത് കൊടുക്കണം? പരിശീലനം നൽകണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ടാസ്ക് ആയിരുന്നു. മാത്രമല്ല അടുത്തതോ എൻഷുറിങ് ട്രാൻസ്പെറന്റ് എൻഷുറിങ് എ ട്രാൻസ്പെറന്റ് ഇമ്പാർഷ്യൽ ആൻഡ് ഫെയർ ഇലക്ഷൻ. നല്ല സത്യപൂർണമായ നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് എന്തായിരുന്നു? വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. അപ്പോ ഇതൊക്കെ വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി ഇന്ത്യ വിജയിച്ചു. ആ വിജയിച്ചപ്പോഴാണ് ഇതൊരു എക്സ്പെരിമെന്റ്, ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ആസ് എ എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷണമാണ് എന്ന് വിദേശ മാധ്യമങ്ങൾ എഴുതാനുള്ള കാരണം ഇത് എക്സാമിന് വരും. ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ ഇന്ത്യയിലെ സൊസൈറ്റിയുടെ കണ്ടീഷൻ എന്തായിരുന്നോ, ഇന്ത്യയുടെ സൊസൈറ്റിയുടെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് 4 മാർക്കിന് ചോദ്യം വരും. ഉറപ്പിച്ചു വെച്ചോ, ഇത് പഠിച്ചു വെക്കുക. നോക്കുക. അടുത്ത് ഫ്രം ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിട്ടോ മക്കളെ, ശ്രദ്ധിക്കുക. ഇവിടെ 1 പാർട്ടി ഡോമിനന്റ് ടു മൾട്ടി പാർട്ടി ഡോമിനന്റ് എന്നാണ്. ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്നും ബഹുകക്ഷി മേധാവിത്വത്തിലേക്ക് എന്നുള്ളതാണ് എന്ത് ഇവിടെ ഉള്ളത്. ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞാണെന്ന് ക്ഷമിക്കാട്ടോ. എന്താണ് ഏകകക്ഷി മേധാവിത്വം, എന്താണ് ബഹുകക്ഷി മേധാവിത്വം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഏകകക്ഷി മേധാവിത്വം, ബഹുകക്ഷി മേധാവിത്വം അല്ലെ, നമുക്ക് അറിയാം. ഓക്കെ, ഏകകക്ഷി മേധാവിത്വം. ഓക്കെ, ബഹുകക്ഷി മേധാവിത്വം. ഏകകക്ഷി മേധാവിത്വം, ബഹുകക്ഷി മേധാവിത്വം. ഏകകക്ഷി മേധാവിത്വത്തിന്റെ 1 പാർട്ടി ഡോമിനന്റ്, ഇതാണെങ്കിൽ മൾട്ടി പാർട്ടി ഡോമിനന്റ് അല്ലെ. നമുക്കിത് അറിയാം. നമ്മൾ ആദ്യം എന്ത് പഠിക്കാണ്, ഇതിനെക്കുറിച്ച് പഠിക്കാണ്. മുന്നണി സംവിധാനമാണ് മൾട്ടി പാർട്ടി ഡോമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ആശയമുള്ള വ്യത്യസ്ത പാർട്ടിക്കാർ തമ്മിൽ കൂടിച്ചേർന്നുണ്ടാക്കുന്ന ഒരു സഖ്യത്തിനാണ് മുന്നണി എന്ന് പറയാ. പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണിയാണ് UDF, അതേപോലെ തന്നെ എന്ത് LDF. UDFിലാണെങ്കിൽ പ്രധാനപ്പെട്ട പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, RSP, അതേപോലെ തന്നെ RMP അല്ലെ. ഇതൊക്കെ 1 പാർട്ടിയാണ്, ഒറ്റ പാർട്ടിയാണ്, ഏകകക്ഷിയാണ്. ഇവരുണ്ടാക്കിയ ഗ്രൂപ്പിനാണെന്ന് പറയാ മൾട്ടി പാർട്ടി അഥവാ കോലീഷൻ സിസ്റ്റം, മുന്നണി എന്നൊക്കെ പറയാം. ഇനി LDFിലുള്ള പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPIM, CP, പിന്നെ IM അല്ല, ഓക്കെ, CP ഇങ്ങനത്തെ പാർട്ടികളൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട എന്താണ്, ഇതിലെ പാർട്ടികളാണ്. അതേപോലെ തന്നെ INL, ഇങ്ങനെ പല പാർട്ടികളുണ്ട്. ഇതൊക്കെ പാടെ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ കോലീഷൻ സിസ്റ്റം അല്ലെങ്കിൽ മൾട്ടി പാർട്ടി ഡോമിനന്റ് എന്ന് പറയാം. ഇന്ത്യയിലെ പ്രധാനമായിട്ടും മൾട്ടി പാർട്ടി ഡോമിനന്റ് വന്നൊരു സമയം എന്ന് പറഞ്ഞാൽ, കോലീഷൻ സിസ്റ്റം ഇന്ത്യയിൽ വന്നൊരു സമയം എന്ന് പറഞ്ഞാൽ 1989 തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ജയിച്ച ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയിട്ട് പോവാം. ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് 1952 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ദെൻ 1957 വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. 1962 ആരെന്നെയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. 1967 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ സംസ്ഥാനങ്ങളിൽ ആര് തോറ്റു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തോറ്റു. ഇതിൻ്റെ ഇടയ്ക്ക് 1977 മുതൽ 1979 വരെ ജനതാ പാർട്ടി എന്ത് ചെയ്തു, അധികാരത്തിൽ കയറി. ജനതാ പാർട്ടി അധികാരത്തിൽ കയറി അല്ലെ. അങ്ങനെ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോൾ ജനതാ പാർട്ടി അധികാരത്തിൽ കയറി. ഇങ്ങനെ 2024 വരെയുള്ള ഭരണക്രമം നമ്മളുടെ ബുക്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ നോക്കിക്കോ, ഞാനത് ജസ്റ്റ് നിങ്ങളെ ഓഫ്ലൈൻ ക്ലാസ് എടുത്ത സമയത്തൊക്കെ നിങ്ങൾക്കത് ബോർഡിലൊക്കെ എഴുതി തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ 1989 ശേഷം വന്ന ഗവൺമെന്റ് നോക്കുകയാണെങ്കിൽ ആ ഗവൺമെന്റ് ഒരു പാർട്ടിയുടെ പേരായിരിക്കില്ല, മുന്നണിയുടെ പേരായിരിക്കും. എന്തൊക്കെ? UPA, അതേപോലെ തന്നെ NDA. UPA കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മുന്നണിയാണ്. NDA BJP നേതൃത്വം കൊടുത്ത മുന്നണി
അല്ലെ? അതേപോലെ തന്നെ നാഷണൽ ഫ്രണ്ട് എന്ന് പറഞ്ഞ മുന്നണിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും പല പാർട്ടികൾ ചേർന്ന് സർക്കാർ രൂപീകരിക്കുന്ന രീതിയിലേക്ക് ആര് മാറി, ഇന്ത്യ മാറുകയും ചെയ്തു. ഇനി അടുത്താണ് എന്ത്, എമർജൻസി. എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ഹിസ്റ്ററിയാണ് അടിയന്തരാവസ്ഥ. ഇന്ദിരാഗാന്ധിയുടെ ഭരണ കാലഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ ഉണ്ടായത്. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് ഒക്കെ അറിയാം അല്ലെ? കോവിഡിനെക്കാട്ടിലും കുറച്ചും കൂടി എക്സ്ട്രീമായ രീതിയിൽ ഇന്ത്യയിലെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥക്കാണ് നമ്മൾ എന്ത് പറയാ, അടിയന്തരാവസ്ഥ എന്ന് പറയാം. അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25-നാണ് നമുക്കറിയാം. ഡിക്ലെയർഡ് ഇൻ ദ കൺട്രി ഓൺ ജൂൺ 25 കേട്ടോ. ജൂൺ 25 1975-നാണ്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിക്കോ, ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട്. എന്താണ് കാരണങ്ങൾ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങൾ എന്താണ്? ഒന്ന്, മൊറാർജി ദേശായിയും അതേപോലെ തന്നെ ജയപ്രകാശ് നാരായണനും. മൊറാർജി ദേശായി ഗുജറാത്തില്, മൊറാർജി ദേശായി എവിടെയാണ്, ഗുജറാത്തിലും. ജയപ്രകാശ് നാരായണനും എവിടെയാണ്, ജയപ്രകാശ് നാരായണൻ ബീഹാറിലും. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇഷ്ടംപോലെ എന്ത് നടത്തുകയാണ്, സമരങ്ങൾ നടത്തുകയാണ്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഇവിടുന്ന് രാജിവെച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബീഹാറിലും ഗുജറാത്തിലും എന്ത് നടത്തി, മാസ് അജിറ്റേഷൻ കണ്ടക്റ്റഡ് ഇൻ ഗുജറാത്ത് ലീഡഡ് ബൈ മൊറാർജി ദേശായി ആൻഡ് ഇൻ മാസ് അജിറ്റേഷൻ കണ്ടക്റ്റഡ് ഇൻ ബീഹാർ ലീഡഡ് ബൈ ജയപ്രകാശ് നാരായണൻ ഫോർ ദ ഡിമാൻഡ് റെസിഗ്നേഷൻ ഓഫ് ദ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ റെസിഗ്നേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട്, രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഇഷ്ടംപോലെ സമരം നടത്തി. ഈ സമരം നടത്താനുള്ള കാരണം, ഇവരെന്തുകൊണ്ടാണ് മൊറാർജി ദേശായും ഈ പറയുന്ന ജയപ്രകാശ് നാരായണനും ഇന്ത്യയിൽ സമരം നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്ദിരാഗാന്ധിയുടെ ഭരണം ആ സമയത്ത് 1970-കളിൽ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു, ഫുഡ് ഷോർട്ടേജ്. ഫുഡ് ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടായിരുന്നു, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ. ആ സമയത്ത് ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ. തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ സമയത്ത് ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു, എക്കണോമിക് ക്രൈസിസ് ഉണ്ടായിരുന്നു. എക്കണോമിക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ, സാമ്പത്തിക പ്രതിസന്ധി കേട്ടോ. ആ സമയത്ത് 3 കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞത് ജയപ്രകാശ് നാരായണനും മൊറാർജി ദേശായിയും ഇന്ത്യയിൽ സമരം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, അന്ന് ഫുഡ് ക്രൈസിസ്, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ദെൻ എക്കണോമിക് ക്രൈസിസ്, അന്ന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അൺഎംപ്ലോയ്മെന്റ്, അന്ന് തൊഴിലില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് എന്തുണ്ടായിരുന്നു, അലഹബാദ് ഹൈക്കോടതി വിധിയും വന്നിരുന്നു. ആ അലഹബാദ് ഹൈക്കോടതി തൽക്കാലം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ആ വിധിയെ. എന്നിരുന്നാലും ആർട്ടിക്കിൾ 352 പ്രകാരം എന്ത് ചെയ്തു, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇനി അടിയന്തരാവസ്ഥയുടെ കോൺസിക്വൻസസ് എന്താണ് അടിയന്തരാവസ്ഥയുടെ ബുദ്ധിമുട്ട്? ഒന്ന്, ഓപ്പോസിഷൻ പാർട്ടി ലീഡേഴ്സ് വേർ ഇംപ്രിസൺഡ് വിത്തൗട്ട് ട്രയൽ. വിചാരണ കൂടാതെ ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധിക്ക് എതിരായി നിൽക്കുന്ന എല്ലാ പാർട്ടിക്കാരെയും എന്ത് ചെയ്തു, വിചാരണ കൂടാതെ കൊണ്ടുപോയിട്ട് ജയിലിലിട്ടു. സെൻസർഷിപ്പ് വേർ ഇമ്പോസ്ഡ് ന്യൂസ് പേപ്പർ ആൻഡ് ന്യൂസിനും ന്യൂസ് പേപ്പറിനൊക്കെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. എന്താ സെൻസർഷിപ്പ്? നാളെ ഒരു വാർത്ത വരുന്നുണ്ടെങ്കിൽ അതിന് പരിശോധിക്കും ആര്, ഗവൺമെന്റ്. ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും വാർത്ത കൊടുത്തിട്ടുണ്ടോ എന്ന് ആര് പരിശോധിക്കും? ഇവര് പരിശോധിക്കും. അങ്ങനെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഗവൺമെന്റിനെതിരെയുള്ള എല്ലാ ഒളിയമ്പുകളും ഇവർ എന്ത് ചെയ്യാണ്, തടയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. എല്ലാ സെൻസർഷിപ്പ് എന്ത് ചെയ്തു, ഏർപ്പെടുത്തി. ഇനി അടുത്താണ് എക്കണോമിക് റെസ്ട്രിക്ഷൻ വേർ ഇമ്പോസ്ഡ്. അന്ന് എന്തുണ്ടായിരുന്നു, എക്കണോമിക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് വലിയ രീതിയിലൊന്നും എന്തുണ്ടായിരുന്നില്ല, നമുക്ക് ക്രയവിക്രയം നടത്താനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്തത്, ഈ അടിയന്തരാവസ്ഥ നടന്നത്. അങ്ങനെ അവസാനം അടിയന്തരാവസ്ഥ റിവോക്ഡ്, അടിയന്തരാവസ്ഥ പിൻവലിച്ചു. എന്നാണ് പിൻവലിച്ച ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1977 മാർച്ചിൽ എന്ത് ചെയ്തു, അടിയന്തരാവസ്ഥ പിൻവലിച്ചു കേട്ടോ. ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. 2 വർഷത്തോളം ഇത് തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഇതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ കൂടി ഞാൻ പറയാം. അതെ, വയലേറ്റിംഗ് ഡെമോക്രാറ്റിക് റൈറ്റ്സ്, ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാതായി. ആൻഡ് ദെൻ ഫ്രീസിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ എന്ത് ചെയ്തു, നമുക്ക് കിട്ടുന്ന 6 മൗലികാവകാശങ്ങളും എന്ത് ചെയ്തു,
മരവിപ്പിച്ചു. ആൻഡ് ഡെസ്ട്രോയിങ് ഫെഡറൽ സിസ്റ്റം, അടുത്തതാണ് എന്ത്, നമ്മുടെ ഫെഡറൽ സിസ്റ്റം പറ്റ തകർന്നു കേട്ടോ. അപ്പൊ ആ രീതിയിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഭരണം ആകെ മാറി, അടിയന്തരാവസ്ഥ ആകെ ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ടായി. 977 അടിയന്തരാവസ്ഥ എന്ത് ചെയ്തു, പിൻവലിച്ചതിന് ശേഷം ഇലക്ഷൻ നടന്നു. INC തോറ്റു, കോൺഗ്രസ് എന്ത് ചെയ്തു, തോറ്റു. പകരം ആര് പ്രധാനമന്ത്രിയായി, നേരത്തെ സമരം നടത്തിയിരുന്ന, ഇന്ദിരാഗാന്ധിക്കെതിരെ സമരം നടത്തിയില്ലേ ഗുജറാത്തിലെ, മൊറാർജി ദേശായി ആസ് എ പ്രൈം മിനിസ്റ്റർ എന്തായിട്ട് മാറി, പ്രധാനമന്ത്രിയായിട്ട് മാറി. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കട്ടോ. ഇനി അടുത്താണ് ബാക്ക്വേർഡ് ആൻഡ് മണ്ഡൽ കമ്മീഷൻ. ഇനി നോക്കുക, ബാക്ക്വേർഡ് കമ്മീഷൻ. ഇന്ത്യയിലെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി, എക്കണോമിക്കലി, എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് നമ്മൾ എന്ത് പറയാ, OBC എന്ന് പറയാം. ഈ OBC കമ്മീഷനെ ഗവൺമെന്റ് 2 വട്ടം കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ആദ്യം 1953 ഈ പറയുന്ന ആളുകളെ കുറിച്ച് പഠനം നടത്താനും അവർക്ക് വിവരങ്ങൾ കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷന്റെ പേരാണെന്ത്, കാക്ക കലേക്കർ കമ്മീഷൻ. അപ്പൊ ഇവിടെ ഞങ്ങൾ ആകെ പഠിക്കേണ്ടത് 1953 കാക്ക എന്ന് പഠിക്കാം കേട്ടോ. 1953 കാക്ക എന്ന് പഠിക്കുമ്പോൾ കാക്ക കലേർക്കർ കമ്മീഷൻ. ഈ കലേർക്കർ കമ്മീഷൻ ഒരുപാട് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല, റിപ്പോർട്ട് മാറി വന്ന ഗവൺമെന്റുകളൊന്നും നടപ്പിലാക്കിയില്ല. അങ്ങനെ അടുത്തതായിട്ട് ഇവിടെ വന്നത് എന്താണ്, 1953 കമ്മീഷൻ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു അല്ലേ, 1953 കമ്മീഷൻ വന്നു. ദെൻ 1979 BP മണ്ഡലിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ എന്ത് ചെയ്തു, നിലവിൽ വന്നു. സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ 1979 BP മണ്ഡലിനെയാണ് അന്ന് നമ്മളുടെ മൊറാർജി ദേശായി അധ്യക്ഷനാക്കിയത്. അതാണല്ലോ പ്രധാനമന്ത്രി. അങ്ങനെ മണ്ഡൽ കമ്മീഷൻ എന്നും കൂടി ഇതിനറിയപ്പെടും കേട്ടോ. മണ്ഡൽ കമ്മീഷൻ, മണ്ഡൽ, അയാളുടെ പേരാണെന്ത്, BP മണ്ഡൽ. അപ്പോൾ അതുകൊണ്ട് മണ്ഡൽ കമ്മീഷൻ എന്നും കൂടി എന്ത് ചെയ്യുന്നു, ഇതിനെ അറിയപ്പെടുന്നു. ഇനി ഇവിടെ നോക്കുക, എന്താണ് നോക്കേണ്ടത്, 1980 റിപ്പോർട്ട് സമർപ്പിച്ചു. എന്താണ് റിപ്പോർട്ട്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 27% എന്ത് കൊടുക്കണം, സംവരണം അഥവാ റിസർവേഷൻ കൊടുക്കണം. ആർക്ക്, ഈ പറയുന്ന OBC-കാർക്ക്. 1979 കമ്മീഷൻ വന്നു. 1980 റിസർവേഷനും റെക്കമെൻഡേഷൻ സമർപ്പിച്ചു, റിസർവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇത് നടപ്പിലാക്കിയ വർഷമാണെന്ത്, 1990 ഇതെന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കട്ടോ. 1990 ഇത് എന്താക്കിയത്, ഇത് നടപ്പിലാക്കിയത്. അപ്പൊ ഇവിടെ ആകെ തുകങ്ങൾ പഠിക്കേണ്ടത് 53 ഒരു കമ്മീഷൻ. ഇവിടെ നോക്കുക, ഇവിടെ ആകങ്ങൾ പഠിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അടിവരയിടുക. 53 ഒരു കമ്മീഷൻ, 53 ഒരു കമ്മീഷൻ ആണ്. കമ്മീഷന്റെ പേരാണ് കാക്ക കലേർക്കർ കേട്ടോ. 53 കമ്മീഷന്റെ പേര് കാക്ക കലേർക്കർ. 79 കമ്മീഷന്റെ ചെയർമാൻ BP മണ്ഡൽ. കമ്മീഷന്റെ പേര് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ, 2ാം പിന്നോക്കവർഗ കമ്മീഷൻ. 1980 റിപ്പോർട്ട് സമർപ്പിച്ചു. 27% ആളുകൾക്ക് എന്ത്, സംവരണം ഏർപ്പെടുത്തി. 1990 ഇതെന്ത് ചെയ്തു, നടപ്പിലാക്കി. ദാറ്റ്സ് ഓൾ. അതും കൂടി കഴിഞ്ഞു. ഇനി അടുത്തതാണ് എന്ത്, ദളിത് ബാന്തേഴ്സ്. ഇവിടെ നോക്കാം, ദളിത് ബാന്തേഴ്സ് എന്ന് പറയുന്ന ഈ സംഘടന നിലവിൽ വന്നത് 1972 മഹാരാഷ്ട്രയിലാണ്. ആദ്യം പഠിക്കണത്, ദളിത് ബാന്തേഴ്സ് നിലവിൽ വന്നത് 1972 മഹാരാഷ്ട്രയിലാണ്. ഈ ദളിത് ബാന്തേഴ്സ് എന്ന് പറഞ്ഞാൽ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വന്നതാണ്, ദളിതരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വന്നതാണ്. ഈ ദളിത് ബാന്തേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ കൂടാതെ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട മറ്റൊരു സംഘടനയാണ് എന്ത്, ബാക്ക്വേർഡ് ദളിത് വാസ് ദ ബാക്ക്വേർഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. ബാക്ക്വേർഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ കേട്ടോ. ഇതും നിങ്ങൾ പഠിക്കണം, ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ അടുത്താണ് എന്ത്, ദളിത് ശോഷിത് സംഘർഷ സമിതി. ദളിത് ശോഷിത് സംഘർഷ സമിതി ബഹുജൻ സമാജ് പാർട്ടി ഇതിൽ നിന്നും രൂപം കൊണ്ടതാണ് കേട്ടോ. ഈ BAM CEF-ൽ നിന്നും നോക്കുക, അതായത് മൈനോറിറ്റി ബാക്ക്വേർഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. ഈ BM CEF എന്ന് രൂപം കൊണ്ടതാണ് എന്ത്, ഈ പറയുന്ന ശോഷിത് സംഘർഷ സമിതിയും ബഹുജൻ സമാജ് പാർട്ടി. ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതാ, BSPയും അതിൽ നിന്ന് എന്ത് ചെയ്താണ്, രൂപം കൊണ്ടതാണ്. അതിൽ നിന്നും വന്ന മറ്റു പല ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വന്ന സംഘടനകളാണ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ആകെ പഠിക്കേണ്ട എന്താണ്,
ഇവിടെ ആകെ പഠിക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? 1972 രൂപം കൊണ്ടു മഹാരാഷ്ട്രയിലെ സംഘടനയുടെ പേര് BAMCEF. അതിൽ നിന്നും വന്നത് ശോഷിത് സമാജ് സംഘർഷ് സമിതി, ദളിത് ശോഷിത് സമാജ് സംഘർഷ് സമിതി, ബഹുജൻ സമാജ് പാർട്ടി കേട്ടോ. ഇതും കൂടിയാണ് എന്ത് ചെയ്തത്, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നത്. ഇനി അടുത്താണ് എന്ത്, വിമൻസ് മൂവ്മെന്റ്. വിമൻസ് മൂവ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആന്റി അറാക്ക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടച്ചാരായം കുടിച്ച് ഇങ്ങനെ കാട്രായായി നടക്കലായിരുന്നു ആണുങ്ങളുടെ പണി. അങ്ങനെ ഒരു ദിവസം പട്ടച്ചാരായം ഇറക്കാൻ വന്ന വണ്ടിയെ സ്ത്രീകളൊക്കെ പാടെന്ത് ചെയ്തു, തടഞ്ഞു. അപ്പൊ ചാരായം, ഈ പറയുന്ന ഡ്രഗ് മനുഷ്യന്റെ ശരീരത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മൂവ്മെന്റ് ആണ് ആന്റി അറാക്ക് മൂവ്മെന്റ്. അടുത്തതാണ് നിർഭയ മൂവ്മെന്റ്. നിർഭയ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ 2012 നമുക്കറിയാം ഡൽഹിയിൽ ഒരു പെൺകുട്ടി അർദ്ധരാത്രി ബസ്സിൽ ക്രൂര ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടു. അതിന് ശേഷമാണ് എന്തുണ്ടാക്കിയത്, നിർഭയ മൂവ്മെന്റ് ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി, അതിവേഗ കോടതി വന്നതും ഈ നിർഭയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട്. കാരണം ഈ പീഡന കേസുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് തീർപ്പാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ നിർഭയ കേസ് നിർഭയ മൂവ്മെന്റ് വന്നപ്പോൾ ഏതൊരു പീഡന കേസാണെങ്കിലും അത് അതിവേഗ കോടതിയിൽ നിന്നും എന്താക്കണം, തീർപ്പാക്കി കൊടുക്കണം എന്നൊരു കാര്യം എന്ത് ചെയ്തു, ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഭരണഘടനാ ഭേദഗതിക്ക് ഇറക്കി. അപ്പോൾ നിർഭയ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പീഡകർക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അടുത്ത മൂവ്മെന്റ് ആണെന്ത്, ഫിഷേഴ്സ് മൂവ്മെന്റ്, മത്സ്യത്തൊഴിലാളികളുടെ ഒരു മൂവ്മെന്റ് പ്രസ്ഥാനം. മത്സ്യത്തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ആണ്. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം, NFF ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ തൊഴിലാളികളാണ് പ്രധാനമായിട്ടും ഇതിൽ മുന്നിലുണ്ടായിരുന്നത്. വിദേശത്തുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ കടൽ മത്സ്യം പിടിക്കാനും അതേപോലെ തന്നെ ട്രോളിങ്ങിനുള്ള ലൈസൻസും കൊടുത്തപ്പോൾ അതിനെതിരെ എന്ത് ചെയ്തു, NFF എന്ത് ചെയ്തു, പ്രതികരിച്ചു. ഇവിടെ ആകെ പഠിക്കാനുള്ള ഇതാണ് NFF എന്ന് പറഞ്ഞ സംഘടന. NFFന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ എന്താണ്, മത്സ്യത്തൊഴിലാളികളാണ്. അതേപോലെ തന്നെ വിദേശ കമ്പനിക്ക് ട്രോളിംഗ് ലൈസൻസ് കൊടുത്തപ്പോൾ അതിനെതിരെയും പ്രതികരിച്ചു. ഇനി അടുത്താണ് എന്ത്, എൻവയോൺമെന്റ് മൂവ്മെന്റ്. എൻവയോൺമെന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചുറ്റുപാട് പിന്നെ സംരക്ഷിക്കാനുള്ള. അതിൽ ഒന്നാമത്താണ് ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ. അതായത് നമ്മുടെ ഹിമാലയത്തിലെ മരങ്ങള് സ്പോർട്സ് കമ്പനിക്ക് കൊടുത്തപ്പോൾ അത് മുറിക്കുന്നതിനെതിരെ മരങ്ങളെ കെട്ടിപ്പിടിച്ചത് കൊണ്ട് നടന്ന ഒരു പ്രസ്ഥാനത്തിനാണ് എന്ത് പറയാ, ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയാം. അടുത്തതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. മക്കളെ, നിങ്ങൾ 9ാം ക്ലാസ്സിൽ മൾട്ടി പർപ്പസ് റിവർ വാലി പ്രൊജക്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. മൾട്ടി പർപ്പസ് റിവർ വാലി പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹലോ മക്കളെ നോക്കാം. അപ്പോൾ എന്താ വെച്ചാല് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ എന്ത് പഠിച്ചിട്ടുണ്ടാവും, മൾട്ടി പർപ്പസ് റിവർ വാലി പ്രൊജക്ട് കേട്ടോ. അതായത് നദികളിൽ ഒരുപാട് പർപ്പസ് വെച്ചിട്ട് നദികളിൽ ഡാം ഉണ്ടാക്കിയിട്ട് ആ ഡാമിൽ നിന്നും വെള്ളം പല രീതിയിൽ ഉപയോഗിക്കാം. എന്തിനൊക്കെ ഉപയോഗിക്കാം, പിന്നെ നനയ്ക്കാൻ ഉപയോഗിക്കാം, ഫിഷിങ്ങിന് ഉപയോഗിക്കാം, ബോട്ടിങ്ങിന് ഉപയോഗിക്കാം, കുടിവെള്ളത്തിന് ഉപയോഗിക്കാം അല്ലെ. ഡാമിലെ വെള്ളം ഒരുപാട് കാര്യത്തിന് ഉപയോഗിക്കാം. അതാണ് മൾട്ടി പർപ്പസ് അല്ലെ. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ പദ്ധതിക്ക്. അങ്ങനെ നർമ്മദ നദിയിൽ നടത്തിയ പദ്ധതിക്കെതിരെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. സൈലന്റ് വാലി നമുക്കറിയാലോ. സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്, ദേശീയോദ്യാനാണ്. ആ ദേശീയോദ്യാനം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രൊജക്ട് കൊണ്ടുവന്നു. ആ പ്രൊജക്ട് നടപ്പാക്കുന്നതിനെതിരെ ഒരു മാസ് മൂവ്മെന്റ് വന്നു. പ്രൊജക്ട് എന്ത് ചെയ്തു, പിൻവലിക്കുകയും ചെയ്തു. ഇനി അടുത്തതാണ് പെസന്റ് മൂവ്മെന്റ്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടന്നൊരു മൂവ്മെന്റ് ആണ് കർഷക പ്രസ്ഥാനങ്ങൾ. സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, കർഷക സമരങ്ങൾ നടന്നിട്ടുണ്ട്. പ്രധാനമായും കർഷക സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഭാരതീയ കിസാൻ യൂണിയൻ ആണ്. ഭാരതീയ കിസാൻ യൂണിയൻ ആയാലും ഏത് സംഘടനയായാലും കർഷക സമരങ്ങൾക്ക് എന്നും എന്ത് കിട്ടാറുണ്ട്, മൈലേജ് കിട്ടാറുണ്ട്. നമുക്കറിയാം 2020, 2021 കാലഘട്ടങ്ങളിൽ ഡൽഹിയെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ട്രാക്ടറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമരം നടത്തിയിരുന്ന കർഷക സമരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തതാണ് എന്ത്, റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെന്റ്, വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം. വിവരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നമുക്ക് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എന്തെങ്കിലും പദ്ധതികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത ഫണ്ടുകളെ കുറിച്ചിട്ടോ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വെള്ള പേപ്പറിൽ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം, വിവരാവകാശ നിയമപ്രകാരം നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യും, തരും. അത് തരാൻ വേണ്ടിയിട്ട് സമരം തുടങ്ങിയത് ആരാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ, MKSS എന്ന് പറയുന്ന സംഘടന രാജസ്ഥാനിൽ 1990 എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഈ മൂവ്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ടു ഇൻഫോഴ്സ് 2005, 2005 എന്ത് ചെയ്തു, ഈ പറയുന്ന വിവരാവകാശ നിയമം നിലവിൽ വന്നു. അതുകൊണ്ട് നമുക്ക് ഏതൊരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് വർക്കിനെ കുറിച്ചിട്ടോ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 2005 വിവരാവകാശ നിയമപ്രകാരം നമുക്കത് കേസല്ല, ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസത്തിനകം എന്ത് ചെയ്യണം, നമുക്ക് വിവരം തരണം എന്നാണ് നിയമം കേട്ടോ. യെസ്. ഇനി അടുത്താണ് റീജിയണൽ മൂവ്മെന്റ്, പ്രാദേശിക പ്രസ്ഥാനങ്ങൾ. അടുത്താണ് എന്ത്, പ്രാദേശിക പ്രസ്ഥാനങ്ങൾ. പ്രാദേശിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ദ്രവീഡിയൻ മൂവ്മെന്റ്. ദ്രവീഡിയൻ മൂവ്മെന്റ് പ്രധാനമായിട്ട് നടന്നത് എവിടെയാണ്? സൗത്ത് ഇന്ത്യയിലാണ്. സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ എവിടെ? തമിഴ്നാട്ടിൽ കേട്ടോ. തമിഴ്നാട്ടിലാണ് പ്രധാനമായിട്ട് നടന്നത്. തമിഴ്നാട്ടിലാണ് ദ്രവീഡിയന്മാരുള്ളത്. അപ്പോ പൊളിറ്റിക്കൽ പാർട്ടി, അങ്ങനെ ദ്രവീഡിയൻ മൂവ്മെന്റ് നടന്നു. ദ്രവീഡിയൻ മൂവ്മെന്റ് പിന്നീട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് രൂപാന്തരപ്പെട്ടു. അതാണ് ദ്രാവിഡ കഴകം. അത് പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK ഇപ്പൊ തമിഴ്നാടൊക്കെ ഭരിക്കാൻ പാകത്തിലുള്ള ഒരു പാർട്ടി ആയിട്ട് എന്ത് മാറി? DMK മാറിയിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തതാണ് ആന്റി ഇമിഗ്രേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനം കേട്ടോ. കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനം. കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനത്തിൽ ഒന്നാമത്താണ് എന്ത്? ആസാം മൂവ്മെന്റ്. ആസാം മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് വേണം? പാസ്പോർട്ടും വേണം, ചില രാഷ്ട്രത്തിന് എന്തും വേണം, വിസയും വേണം. പക്ഷെ നമ്മൾ ഈ ബംഗ്ലാദേശിനെ എങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിച്ചിട്ടുണ്ട്. ഇതിനെവിടെ ഇന്ത്യയാണ്, ഇവിടെയും ഇന്ത്യയാണ്, ഇവിടെയും ഇന്ത്യയാണ് അല്ലെ. അങ്ങനെ ഈ ബംഗ്ലാദേശിന്റെ ഇന്ത്യയിലേക്കുള്ള അതിർത്തി കടക്കണമെങ്കിൽ പാസ്പോർട്ട് വേണം. അങ്ങനെ നിയമപരമായിട്ടേ പോരാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നിയമം ലംഘിച്ചു, ഇല്ലീഗലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആസാമിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അസാമിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ആളുകൾ എന്ത് ചെയ്തു? പ്രതിഷേധിച്ചു. അവിടുത്തെ സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്തത്? ഏറ്റവും കൂടുതൽ കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനത്തിനെതിരെ സമരം നടത്തിയത്. അപ്പോൾ കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനം ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് സ്റ്റുഡൻസ് ആയിരുന്നു. അങ്ങനെ അവര് 1951 ശേഷം വന്ന ഇല്ലീഗലായിട്ടുള്ള എല്ലാവരെയും ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ അന്ന് അവിടുത്തെ സർക്കാർ നിയമങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതാണ് എന്ത്? വിഘടനവാദ പ്രസ്ഥാനം. വിഘടനവാദ പ്രസ്ഥാനമാണ് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ്. സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിൽ ഒന്നാണ് ഖാലിസ്ഥാൻ മൂവ്മെന്റ്. ഖാലിസ്ഥാൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഖുകാർക്ക് ഒരു പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ മൂവ്മെന്റ് ആണ് സിഖുകാർക്ക്. ഏത് മൂവ്മെന്റ്? ഈ പറയുന്ന ഖാലിസ്ഥാൻ മൂവ്മെന്റ്. ഖാലിസ്ഥാൻ മൂവ്മെന്റ് എങ്ങനെ ഉണ്ടായത്? പഞ്ചാബിലെ അമൃത്സറിൽ ഒരു സുവർണ ക്ഷേത്രം ഉണ്ട്. ആ സുവർണ ക്ഷേത്രത്തിൽ കംപ്ലീറ്റ് ആര് കയറി? ഈ പറയുന്ന സിഖ് തീവ്രവാദികൾ കയറി. സിഖ് തീവ്രവാദികൾ കയറിയപ്പോൾ നമ്മളുടെ ഇന്ത്യൻ ആർമി എന്ത് ചെയ്തു? അതിലിടപെട്ടിട്ട് അവരെ ഇല്ലാതാക്കിയപ്പോൾ അന്നത്തെ കാലത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ആര്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഖാലിസ്ഥാൻ മൂവ്മെന്റ് നിങ്ങൾ പഠിക്കേണ്ടതാണ് എന്ത്? ഖാലിസ്ഥാൻ മൂവ്മെന്റിലെ സിഖുകാര് സുവർണ ക്ഷേത്രം കയറി ആക്രമിച്ചപ്പോ ഇന്ത്യൻ ആർമി അതിനെ പ്രതിരോധിച്ച ആർമഡ് ഫോഴ്സിന്റെ ഈ പറയുന്ന ആ പ്രവർത്തികൾക്ക് പറയുന്ന പേരാണെന്ത്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. എന്താ പറയാ? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അങ്ങനെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ അടിച്ചമർത്തി റെപ്രസ് ചെയ്തപ്പോ എന്താ ഉണ്ടായത്? ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇനി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടെന്ന് വെച്ചാൽ സിഖുകാരെ ഇന്ത്യൻ ആർമി ആക്രമിച്ചു. അന്നത്തെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരാ? ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇന്ദിരാഗാന്ധിയോട് സിഖുകാർക്ക് ഒരു പക തോന്നി. ഇന്ദിരാഗാന്ധിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി രണ്ടാളും ആരായിരുന്നു? സിഖുകാരായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇന്ദിരാഗാന്ധി വീട്ടിൽ നിന്ന് നടന്നു പോകുമ്പോൾ സിഖുകാരൻ എന്ത് ചെയ്തു? ഷൂട്ട് ചെയ്തു. ഇന്ദിരാഗാന്ധി അവിടെ എന്ത് ചെയ്തു? മരണപ്പെടുകയും ചെയ്തു. ഇനി അടുത്താണ് എന്ത്? സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ അല്ലെ. ജമ്മു കാശ്മീർ വലിയൊരു പ്രോബ്ലം ഉള്ള സ്ഥലമാണ്. ഇന്ത്യന്റെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഏത്? ജമ്മു ആൻഡ് കാശ്മീർ. അങ്ങനെ ജമ്മു ആൻഡ് കാശ്മീരിൽ
ഭരണഘടനാ പ്രത്യേക നിയമപ്രകാരമായിരുന്നു നടന്നിരുന്നത്. പിന്നീട് അതെന്താക്കി, 2 യൂണിയൻ ടെറിട്ടറി ആക്കി. ഒന്ന് ലഡാക്ക്, ജമ്മു കാശ്മീർ. ഇപ്പോ നിലവിൽ ഒമർ അബ്ദുള്ള അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിക്ക് മറ്റു മുഖ്യമന്ത്രിമാരെ പോലെ എന്തില്ല, അധികാരങ്ങളും പദവികളൊന്നും ഇല്ല. കാരണം ഇത് യൂണിയൻ ടെറിട്ടറിയിൽ ഒരു മുഖ്യമന്ത്രി പദം കൊടുത്തതാണ്. അങ്ങനെ യൂണിയൻ ടെറിട്ടറിയിൽ മുഖ്യമന്ത്രി പദമുള്ള 2 സ്ഥലങ്ങളുള്ളൂ, ഡൽഹിയും മറ്റത് ജമ്മു കാശ്മീർ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പ്രശ്നങ്ങളുണ്ട്, ജമ്മു കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇനി സം അതർ ചലഞ്ചസ് ഫേസ്ഡ് ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് വർഗീയത. ഒന്നാമത്തേത് എന്ത്, കമ്മ്യൂണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വർഗീയത. വർഗീയത എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ചേർന്ന് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നതിനാണ് എന്ത് പറയാ, വർഗീയത എന്ന് പറയാം. ഇന്ത്യൻ ഡെമോക്രസിയിൽ വർഗീയത ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യയിലെ മെജോറിറ്റി അതേപോലെ തന്നെ മൈനോറിറ്റി ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു രീതിയിലാണ് ഈ പറയുന്ന വർഗീയത ഇവിടെ നടമാടുന്നത്. അടുത്തതാണ് ടെൻഷൻസ് ഇൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻ, അല്ലെ. ഇവിടെ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഒരു പാർട്ടിയാണ്, കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് NDA BJP ആണ് ഭരിക്കുന്നത് വിചാരിക്കുക. അവിടെ എന്തുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെയാണ് എന്തിന്റെ റോൾ എടുക്കുക, ഗവർണറുടെ റോൾ എടുക്കുക. ഗവർണർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഗവർണർക്കാണ്. അതുകൊണ്ട് ഗവർണർക്ക് ഒരുപാട് പവറുകളുണ്ട്. ഗവർണറാണ് എന്ത് ചെയ്യണത്, ഇവയെ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത്. ഗവർണറാണ് ഇത് ഈ ജനാധിപത്യ രീതിയിൽ ഇതൊക്കെ കൊണ്ടു നടക്കേണ്ടത്. ഗവർണർ നമ്മുടെ സഭ, ഏത് സഭ, പാർലമെന്റ് അല്ല, നിയമസഭ കൂട്ടിച്ചേർക്കുകയും വിളിച്ചു ചേർക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിമാരെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കല്, മിനിസ്റ്റേഴ്സിനെയും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യല് ഗവർണറാണ്. അതേപോലെ തന്നെ അഡ്രസ്സിങ് ദ നമ്മുടെ അസംബ്ലിയെ അഡ്രസ് ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്യേണ്ടത് ഗവർണറാണ്. ഇങ്ങനെ ഒരുപാട് ഗവർണറുടെ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഭയങ്കര ടെൻഷൻ പിടിച്ച റോളാണ്. കാരണം ഗവർണറെ റോൾ എന്ന് പറഞ്ഞാൽ ടെൻഷൻ പിടിച്ച ഈ സ്റ്റേറ്റിനെയും സെൻട്രൽ ഗവൺമെന്റിനെയും ഒരേ രീതിയിൽ കൊണ്ടുപോകണം. മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പാർട്ടിക്കാരേക്കാരം, സെൻട്രൽ ഗവൺമെന്റ് വേറൊരു പാർട്ടിയേക്കാരം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ അടിയിൽ നിന്നിട്ട് ആര് പ്രവർത്തിക്കണം, ഗവർണർ പ്രവർത്തിക്കണം. സ്വാഭാവികമായിട്ടും ഗവർണർക്ക് ചിലപ്പോ ഈ അതാത് സെൻട്രൽ ഗവൺമെന്റുകൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോയിന്റ് ചെയ്ത ഗവർണർ ആണെന്നുണ്ടെങ്കിൽ ആ സെൻട്രൽ ഗവൺമെന്റിനോട് ചെറിയ എന്തുണ്ടായിരിക്കും, കേന്ദ്ര ഭരണത്തോട് ചെറിയൊരു ചായ്വും കൂടിയും ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ പലപ്പോഴും ടെൻഷൻ നിറഞ്ഞൊരു ജോലിയാണ് ആരത്, ഈ ഗവർണറുടെ ജോലി എന്ന് പറയുന്നത്. ഇനി ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അഥവാ പ്രസിഡന്റ് കേട്ടോ. പ്രസിഡന്റ് ഗവർണർ ആകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 35 വയസ്സും ആകണം കേട്ടോ, 35 വയസ്സും ആകണം. ഇനി നോക്കിക്കോ, അടുത്തതാണ് എന്ത്, കറപ്ഷൻ. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അഴിമതി, അല്ലെ. അഴിമതി, സ്വജനപക്ഷപാതം എന്നൊക്കെ പറയും. അപ്പൊ അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തക്കാരെ എന്ത് ചെയ്യുക, ഗവൺമെന്റ് ജോലിയിൽ കയറ്റുന്നതും അത് അഴിമതിയാണ്. അതേപോലെ തന്നെ ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് മുക്കുന്നതും എന്താണ്, അഴിമതിയാണ്. ഇങ്ങനെ പല രീതിയിലും എന്തുണ്ട്, അഴിമതികളൊക്കെ ഇവിടെ നടപ്പിലാകുന്നുണ്ട്. ഇനിയോ ഇലക്ടോറൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില കമ്പനികള് അല്ലെങ്കിൽ ചില സംഘടനകളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് കൊടുക്കാറുണ്ട്, ഫണ്ട് കൊടുക്കാറുണ്ട്. ആ ഫണ്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഇലക്ടോറൽ ബോണ്ട് എന്ന് പറയാം. നെക്സ്റ്റ്, ക്രിമിനലൈസേഷൻ ഓഫ് ദ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ സ്വഭാവം, രാഷ്ട്രീയത്തിൽ അക്രമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, രാഷ്ട്രീയത്തിലെ ക്രിമിനൽ സ്വഭാവം. അപ്പോൾ ഇതും ഇന്നത്തെ ജനാധിപത്യത്തിന് വളരെയധികം ബുദ്ധിമുട്ടേറുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ പാടെ കൂടി നടപ്പിലായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യം പോകാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യം നടപ്പിലാക്കാൻ വളരെയധികം വെല്ലുവിളിയുണ്ട്. ഇനി അടുത്താണ് ഡിഫെക്ഷൻ. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം, കൂറുമാറുക. കൂറുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമമൊക്കെ ഉണ്ട്. കൂറുമാറുക കേട്ടോ. കൂറുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആദ്യം ഒരു പാർട്ടിയിൽ മത്സരിക്കും, ആ പാർട്ടിയിൽ മത്സരിച്ചിട്ട് ആ പാർട്ടിയിൽ നിന്ന് ജയിച്ചിട്ട് മെമ്പർ ആയതിനു ശേഷം വേറൊരു പാർട്ടിയിൽ പോയി ചേരുന്നതിനാണ് എന്താ പറയാ, കൂറുമാറുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിന് ഒരു ഓവർവ്യൂ നമ്മൾ ഒരു 40 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, തീർത്തു. ഇത്ര ഉള്ളു ഈ ചാപ്റ്റർ. നിങ്ങൾ ഈ ഒരു PPT നിങ്ങളൊന്ന് നോക്കുക. ഈ PPTയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഈ PPT കംപ്ലീറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ പാഠത്തിൽ നിന്നും കിട്ടും സുഹൃത്തുക്കളെ എന്ത്, നിങ്ങൾക്ക് മാർക്ക് കേട്ടോ. അപ്പോ ഇന്ത്യയിലെ ജനാധിപത്യം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് ഏതൊക്കെ,
കുറച്ച് പ്രസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു. വെല്ലുവിളികൾ ഒന്ന് കമ്മ്യൂണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വർഗീയത അല്ലെ? കമ്മ്യൂണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത. പിന്നെ സെൻട്രൽ സ്റ്റേറ്റ്, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, റോൾ ഓഫ് ഗവർണറുടെ പ്രശ്നങ്ങൾ, കറപ്ഷൻ, അഴിമതി, ഇലക്ടോറൽ ബോണ്ട്, രാഷ്ട്രീയ പാർട്ടിക്ക് ഫണ്ട് കൊടുക്കുക, പിന്നെ ക്രിമിനലൈസേഷൻ ഓഫ് ദ പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിലെ അക്രമം, ഡിഫക്ഷൻ, കൂറുമാറ. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് കുറച്ച് പ്രസ്ഥാനങ്ങളാണ്. വിഘടനവാദ പ്രസ്ഥാനത്തിന് ഉദാഹരണമാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനവും, അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനവും. അതേപോലെ തന്നെ ആന്റി ഇമിഗ്രേഷൻ മൂവ്മെന്റിന് ഉദാഹരണമാണ് ആസാം മൂവ്മെന്റ്. അതായത് പിന്നെ കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനത്തിന് ഉദാഹരണമാണ് ആസാം പ്രസ്ഥാനം. പിന്നെ അതേപോലെ തന്നെ റീജിയണൽ മൂവ്മെന്റ്, പ്രാദേശിക പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണമാണ് ദ്രവീഡിയൻ പ്രസ്ഥാനം. അതേപോലെ തന്നെ അടുത്തതൊരു പ്രസ്ഥാനം എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് വിവരാവകാശ നിയമത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇത് മസ്തൂർക്കിസ്ഥാൻ ശക്തി സംഘാതനാണ്. അതേപോലെ തന്നെ കർഷക പ്രസ്ഥാനം, പരിസ്ഥിതി പ്രസ്ഥാനം, പിന്നെ ചാരായ വിരുദ്ധ പ്രസ്ഥാനവും നിർഭയ പ്രസ്ഥാനവും സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ്. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ പ്രസ്ഥാനം, അതേപോലെ തന്നെ ദളിതരുടെ പ്രസ്ഥാനം, അതേപോലെ തന്നെ പിന്നോക്ക വർഗ കമ്മീഷൻ. ഇത്രയും നമ്മൾ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് പറഞ്ഞത്. കമ്മീഷൻ വേറൊരു ടോപ്പിക്കായിട്ട് പഠിക്കുക. പിന്നെ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ സിറ്റുവേഷൻ, ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്, 3 കരാറ്, 3 അഗ്രിമെന്റ്, 3 നിയമങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മക്കളെ 41 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ആകത്തെ ഓവർവ്യൂ. അപ്പോൾ നമുക്ക് A+ കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ PPT വെച്ച് പഠിച്ചോ, നിങ്ങൾക്ക് A+ കിട്ടും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.